ശ്രീ കെ വി അബ്ദുൽ ഖാദർ, നോക്കൂ, ഈ പറയുന്ന സുരേഷ് ഗോപി എന്ന നടനെ കാണാനില്ല എന്ന് പറയുന്ന കാര്യത്തിൽ പോലീസിനെ അറിയിക്കേണ്ടതുണ്ട് എന്നൊരു ബിഷപ്പ് പറയുന്നു. ഞങ്ങൾ അങ്ങോട്ടേക്ക് അയച്ച ആളിനെയാണ് കാണാത്തതെന്ന് പറയുന്നു. പോലീസ് അന്വേഷിക്കണം എന്ന് അദ്ദേഹം പറയാതെ പറയുന്നു. ഒരു പരിഹാസമാണെങ്കിൽ കൂടി ഒരുപാട് അർത്ഥം അതിനുണ്ട്. ആ കാര്യങ്ങൾക്കൊപ്പമാണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും ഒടുവിൽ ചർച്ച ചെയ്യപ്പെട്ട ചില കാര്യങ്ങൾ കൂടി വരുന്നത്. പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊടുക്കേണ്ടി വരുമോ സുരേഷ് ഗോപിയെ? ആദ്യം അതെ, അതിന് മറുപടി പറഞ്ഞതിന് മുമ്പ് യഥാർത്ഥത്തിൽ ഇവിടെ BJPയുടെ പ്രതിനിധി സംസാരിക്കുന്നത് അവരാണ് ന്യൂനപക്ഷ സംരക്ഷകർ എന്ന മട്ടിലാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചത്. സത്യത്തിൽ വിദ്വേഷഭരിതമായ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രയോക്താക്കളാണവർ. അവരുടെ പ്രവർത്തന പദ്ധതി ഇപ്പോൾ BJPയെ നയിക്കുന്നത് RSS ആണ്. RSSൻ്റെ പ്രത്യയശാസ്ത്രമാവട്ടെ ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള ഒന്നാണ്. വിചാരധാര വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അത് ഭരണതലത്തിൽ അവർ പ്രയോഗിക്കുകയാണ്. കേരളത്തിൽ സുരക്ഷിതമായിട്ടുള്ള ഈ അന്തരീക്ഷത്തിൽ അവർക്ക് പല അവകാശവാദങ്ങളും ഉന്നയിക്കാം. പക്ഷെ കേരളത്തിന് വെളിയിലുള്ള സാഹചര്യം വളരെ ബുദ്ധിമുട്ടേറിയതാണ് എന്ന് കന്യാസ്ത്രീകൾക്കെതിരായിട്ടുണ്ടായ കേസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റനേകം സംഭവങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട കാര്യമാണ്. യാതൊരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങളിലൂടെ ന്യായീകരിക്കുകയാണ് BJP നേതാക്കൾ. ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ ദിവസം ഒഡീഷയിൽ 2 മലയാളി വൈദികർക്ക് നേരെ ക്രൂരമായ അതിക്രമം നടന്നു. ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. ഫാദർ ജോജോയുടെ സഹോദരനെ കാണാൻ പോയിരുന്നു. ഫാദർ ജോജോയുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ പോലീസ് തന്നെ BJP ആയിട്ട് മാറിയിരിക്കുകയാണ്. പരാതി കൊടുക്കാൻ ചെല്ലുന്ന ആളുകളാണ് പ്രതികളാക്കപ്പെടുന്നത്. പ്രതികളോടൊപ്പം നിന്ന് വേട്ടയാടുകയാണ്. ഇതാണ് BJP ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വസ്തുതയാണ്. ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട പുരോഹിതരെയും കന്യാസ്ത്രീകളെയും അവരെ വസ്ത്രം കണ്ടാൽ ആക്രമിക്കുകയാണ്. എന്നിട്ട് അരമനകൾ കയറി കേക്ക് മുറിച്ച് ആഘോഷിക്കുകയാണ്. സത്യത്തിൽ ഇവിടെ താങ്കൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി, സുരേഷ് ഗോപി അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം തൃശ്ശൂരിൻ്റെ പ്രതിനിധിയാണ്. തൃശ്ശൂരിൽ മത്സരിക്കുന്ന സമയത്ത് എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് അദ്ദേഹം നൽകിയിരുന്നത്. ഒരു മാതൃകാ ജനപ്രതിനിധിയാകും ഞാൻ, എൻ്റെ പ്രവർത്തന സൗകര്യത്തിനായിട്ട് ഏതാണ്ട് 5-6 മന്ത്രിമാരുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ എനിക്ക് സഹായിക്കാൻ വേണ്ടി ഉണ്ടാകും. തൃശ്ശൂരിലെ ജനങ്ങൾ പ്രത്യേകിച്ച് കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇവിടെ സഭാ നേതൃത്വത്തിലും പ്രതിപക്ഷങ്ങളുടെ നേതൃത്വത്തിലും ഒക്കെ നടന്നപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയല്ല അദ്ദേഹം. അദ്ദേഹം തൃശ്ശൂരിൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹം ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹം മണിപ്പൂരിൽ പോയിട്ട് എന്ത് അത്ഭുതങ്ങളാണ് ഉണ്ടാക്കിയെന്നുള്ള വേറെ നമുക്ക് ചർച്ച ചെയ്യാം. എന്താണ് ഈ മണ്ഡലത്തിൻ്റെ പ്രതിനിധി, ഒരു കേന്ദ്രമന്ത്രി ആയിട്ടുള്ളയാൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ സമൂഹത്തോടൊപ്പം വേദനിക്കുന്ന മനുഷ്യർക്കൊപ്പം പ്രതികരിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനായിരുന്നു. ഓടി ഒളിക്കുകയായിരുന്നു. ഒരു കാര്യം അദ്ദേഹത്തിന് വിശദീകരിക്കാനുണ്ടായിരുന്നില്ല. അതാണ് പ്രശ്നം. അദ്ദേഹത്തിന് ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പ്രതികരിക്കുമായിരുന്നു. കേന്ദ്രമന്ത്രിക്ക് ജോലികളുണ്ട്, എല്ലാവർക്കും അറിയാം. കേന്ദ്രമന്ത്രിക്ക് ജോലിയുണ്ട് എന്ന് അറിഞ്ഞിട്ടാണല്ലോ അദ്ദേഹം ആ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് ഈ വിഷയങ്ങളിൽ തൻ്റെ നിലപാട് ആ ഘട്ടങ്ങളിൽ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഓടി ഒളിച്ച അവസ്ഥയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഒരു മതപുരോഹിതന് ഇത്തരത്തിൽ ഹാസ്യം കലർന്ന ഒരു പ്രതികരണം നടത്തേണ്ടി വന്നത്. ഇപ്പം കന്യാസ്ത്രീകളുടെ കാര്യം പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഇടപെട്ട് ഞങ്ങളല്ലേ. അവിടെ കന്യാസ്ത്രീകളെ പരസ്യമായിട്ട് അപമാനിക്കുന്നതും ആക്ഷേപിക്കുന്നതും BHP നേതാവിൻ്റെ പ്രസ്താവനകളും സോഷ്യൽ മീഡിയ വഴി ലോകം മുഴുവൻ കണ്ടതല്ലേ. അവർ മറ്റേതെങ്കിലും പാർട്ടിക്കാരാണോ? സംഘ് പരിവാരവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളല്ലേ. എത്ര ധിക്കാരപരവും എത്ര ധാർഷ്ട്യത്തോടെയുമാണ് ആ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് പ്രതികരിച്ചത്. അവരാണ് ഏറ്റവും നന്നായി പ്രതികരിച്ചത് എന്നാണ് നേരത്തെ സംസാരിച്ച BJPയുടെ നേതാവ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ചുരുക്കത്തിൽ ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു ഓപ്പറേഷനാണ്. ഭയം ജനിപ്പിക്കുക, ആ ഭയം ഉണ്ടാക്കുക, എന്നിട്ട് ഞങ്ങളാണിതെല്ലാം പരിഹരിക്കുന്നത് എന്ന് അവകാശപ്പെടുക. ഇതാണല്ലോ സംഭവിക്കുന്നത്.
ഇപ്പോൾ കന്യാസ്ത്രീകളെ ആക്രമിച്ച സംഭവം മാത്രമല്ല, പുരോഹിതരെ ആക്രമിച്ച സംഭവം മാത്രമല്ല, ക്രിസ്മസ് ദിനത്തിൽ മധ്യപ്രദേശിൽ, ഉത്തർപ്രദേശിൽ ഒക്കെ ക്രൈസ്തവ ആരാധനാലയങ്ങൾ കയറി ആരാധന നടത്തുന്ന ആളുകളുടെ മെക്കെട്ട് കയറുകയില്ലായിരുന്നോ? ജയ് ശ്രീറാം മുദ്രാവാക്യം വിളിക്കുകയില്ലായിരുന്നോ? ഇതൊന്നും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പലതും നൽകിയില്ല. മുഖ്യധാരാ മാധ്യമങ്ങൾ ചില വാർത്തകൾ നൽകുമ്പോൾ മാത്രമാണ് ഇവർ പ്രതികരണങ്ങളുമായിട്ട് പലപ്പോഴും വരുന്നത്. അതല്ലാതെ പല സംഭവങ്ങളും അവർ മറച്ചു വെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇപ്പോൾ ചർച്ചയിലേക്ക് വന്നാൽ നടനെ കാണാനില്ല എന്നുള്ളത് ഈ പ്രത്യേകമായ വിഷയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. തൃശ്ശൂരിലെ ജനങ്ങളിപ്പോൾ നെഞ്ചത്ത് കൈവച്ച് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളുകൾ പിന്നെ ചിന്തിക്കുന്നുണ്ടാകും, ഈ നാടിൻ്റെ വികസന പ്രശ്നങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഈ MP ഇടപെടുന്നുണ്ടോ? അദ്ദേഹം പാർലമെൻറ്റിൽ അവിടെ കൂടിയിരിക്കുകയാണെന്നാണല്ലോ പറയുന്നത്. തൃശ്ശൂരിന് എന്ത് പ്രത്യേക പദ്ധതിയാണ്, എന്ത് പാക്കേജാണ് പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞത്? റെയിൽവേയുടെ കാര്യത്തിൽ, അതുപോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യത്തിൽ, എയിംസ് കേരളത്തിൽ നേടിയെടുക്കുന്ന കാര്യത്തിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ്റിനെ ആക്ഷേപിച്ചുകൊണ്ട് മാത്രം ഒരു കേന്ദ്രമന്ത്രിക്ക് മുന്നോട്ട് പോകാനാവില്ല. ജനങ്ങൾ തിരിച്ചറിയുന്നു, ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി ഇത്തരത്തിൽ ജനവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നു. അത് വികസന കാര്യങ്ങളിൽ മാത്രമല്ല, മതന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹം എടുക്കുന്ന ഇരട്ടത്താപ്പും മൗനവും തീർച്ചയായും ഈ നാട്ടിലെ ജനങ്ങൾ വിചാരണ ചെയ്യും. ആ വിചാരണക്ക് അദ്ദേഹം വിധേയമാവേണ്ടതുണ്ട് എന്ന് തന്നെയാണ് CPIM ഇക്കാര്യത്തിൽ പറയാനുള്ള അഭിപ്രായം.